സമ്പൂർണ്ണ വാരഫലം 2026 ജൂലൈ 12 മുതൽ 18 വരെയുള്ള നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. മൈഗ്രെയിൻ അല്ലെങ്കിൽ മറ്റ് ശിരോരോഗങ്ങളുള്ളവർ അതീവ ജാഗ്രത പാലിക്കുക. വാരം മധ്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ നല്ല സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട്. ഭാഗ്യക്കുറി പോലുള്ളവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണ്. രുചികരമായ ഭക്ഷണം കഴിക്കാൻ അവസരം ലഭിക്കും. പുതിയ അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധ്യത കാണുന്നു. എന്നാൽ വാരത്തിന്റെ അവസാനം മാതൃസ്ഥാനീയർക്ക് ആരോഗ്യപരമായ ക്ലേശങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ രോഗശാന്തി, തൊഴിൽ വിജയം, ബിസിനസ്സിൽ ലാഭം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. വാരമധ്യത്തോടുകൂടി തൊഴിൽപരമായ യാത്രകളും കുടുംബത്തിൽ നിന്ന് അകന്ന ദൂരദേശവാസവും അനുഭവത്തിൽ വന്നേക്കാം. ശരീര സുഖക്കുറവ്, ബന്ധുജനങ്ങളുമായി കലഹം, മാതാവിന് ക്ലേശങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് സഹോദരങ്ങളിൽ നിന്നുള്ള പിന്തുണയും കോടതി വ്യവഹാരങ്ങളിൽ ഇരിക്കുന്ന സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിൽ വിജയവും ഉണ്ടാകും. കലാസാഹിത്യ മേഖലകളിലുള്ളവർക്ക് സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. വാരം അവസാനിക്കുമ്പോൾ കുടുംബത്തിൽ വലിയൊരു ആരോഗ്യ പ്രതിസന്ധിയോ കഠിനമായ ദുരിതങ്ങളോ ഉണ്ടായേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വിയോഗമോ അവർക്ക് കഷ്ടതകളും അരിഷ്ടതകളും ഉണ്ടാകാനോ സാധ്യതയുള്ള സമയമാണിത്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകാം. എല്ലാ കാര്യങ്ങളിലും മാനസികമായ വ്യാകുലത കൂടുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളുമായും വേണ്ടപ്പെട്ടവരുമായും നിസ്സാര കാര്യങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വത്ത് സംബന്ധമായ കേസുകളിൽ അപ്രതീക്ഷിത വിജയം ഉണ്ടായേക്കാം. ഉറക്കക്കുറവ്, ഭക്ഷണസുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം. എന്നാൽ വാരത്തിന്റെ അവസാനത്തോടെ ധനലാഭം, ഭക്ഷണസുഖം, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, ശത്രുനാശം, ദാമ്പത്യ ഐക്യം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വാരത്തിന്റെ തുടക്കത്തിൽ നല്ല ഭക്ഷണസുഖവും അപ്രതീക്ഷിതമായ ബന്ധുജന സമാഗമവും പ്രതീക്ഷിക്കാം. മുൻപ് നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുള്ള വാരമാണിത്. തുടക്കത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരമധ്യത്തിൽ അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം ധനനഷ്ടം ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാരത്തിന്റെ അവസാനം വളരെ കാലമായി നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. തൊഴിൽ വിജയം, ധനലാഭം, നല്ല സുഹൃത്തുക്കളുടെ സാമീപ്യം എന്നിവ വന്നുചേരുന്ന ഒരു നല്ല വാരമായിരിക്കും ഇത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ മംഗളകരമായ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, പ്രണയബന്ധങ്ങളിൽ പുരോഗതി, വാഹനഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം എന്നിവ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. എന്നാൽ വാരമധ്യത്തിൽ ഭക്ഷണകാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസംബന്ധമായ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധ ചികിത്സ തേടുന്നത് ഉചിതമാണ്. വാരത്തിന്റെ അവസാനം പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുകയോ ജോലിയിൽ അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ മനഃശാന്തി കുറയാൻ സാധ്യതയുണ്ട്. ആമാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. അന്യജനങ്ങളെ സഹായിക്കാൻ അവസരം ലഭിക്കുമെങ്കിലും അത് വിപരീത ഫലങ്ങൾക്ക് കാരണമാകാതെ ശ്രദ്ധിക്കുക. വാരം മധ്യത്തോടുകൂടി ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. അപ്രതീക്ഷിതമായ സുഹൃത്തുക്കൾ വഴി വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ ലഭിക്കാനുള്ള യോഗം കാണുന്നു. വാരം അവസാനിക്കുമ്പോൾ അമിതമായ ആഡംബരപ്രിയം കാരണം വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ ഇടയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ സന്താനപരമായ ക്ലേശങ്ങൾ, ദൂരദേശവാസം, ഭാഗ്യക്കുറവ്, അലച്ചിൽ, ആരോഗ്യക്കുറവ് തുടങ്ങിയ പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരമധ്യത്തോട് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അവസരം ലഭിക്കും. വിവാഹപരമായ കാര്യങ്ങൾ അനുകൂലമാകുക, പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുക, ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ, ധനലാഭം, വാഹനഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വർദ്ധിക്കും. കർക്കിടകം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കലാകാരന്മാർക്ക് സമ്മാനങ്ങളും അംഗീകാരങ്ങളും തേടി വരുന്ന ഒരു വാരമാണിത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ഘട്ടമാണിത്. അതിനോട് പൊരുത്തപ്പെടാൻ തുടക്കത്തിൽ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. എന്നിരുന്നാലും ഈ മാറ്റങ്ങളെല്ലാം പിന്നീട് അനുകൂലമായിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും.
സാധിക്കും. ദമ്പതികൾക്കിടയിൽ അനാവശ്യ കലഹങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. ചിന്താശേഷിയും പക്വതയും വർദ്ധിക്കുന്ന ഈ സമയത്ത് അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ വാരം കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും. തൊഴിൽ മേഖലയിൽ മേലധികാരിയുടെ പ്രീതി നേടാനും അതുവഴി ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ശത്രുക്കളെ അതിജീവിക്കാൻ സാധിക്കുകയും അത് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുകയും ചെയ്യും. സ്ത്രീ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുവാനും യാത്രകൾ നടത്താനും അവസരമുണ്ടാകും. ദാമ്പത്യ ഐക്യം, തൊഴിൽ വിജയം, കീർത്തി, സുഖഭോജന ഭാഗ്യം എന്നിവ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. എങ്കിലും വാരത്തിന്റെ അവസാനം ചെറിയ ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ വാരത്തിന്റെ തുടക്കത്തിൽ ചില മാനസിക അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം. വാരം മധ്യത്തോടുകൂടി പ്രതിസന്ധികളെ അതിജീവിക്കുകയും തൊഴിൽ വിജയം, കീർത്തി, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ലഭിക്കുകയും ചെയ്യും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സാധിക്കുന്ന തരത്തിൽ ജോലിയിൽ സ്ഥാനമാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ വാരത്തിന്റെ അവസാനത്തിൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ കുറച്ചാൽ ഭക്ഷ്യവിഷബാധ പോലുള്ള പ്രശ്നങ്ങൾക്കിടയുണ്ട്. ശത്രുഭയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഗ്രഹനിലയെ ചൊവ്വയുടെ സ്ഥാനത്തിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ ബന്ധങ്ങൾ വഴി മാനഹാനിക്കും അപവാദങ്ങൾക്കും സാധ്യതയുണ്ട്. അനാവശ്യ സൗഹൃദങ്ങളിൽ ഏർപ്പെടുവാനും ദുഷ്പ്രവൃത്തികളിലേക്ക് ആകർഷിക്കപ്പെടുവാനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ നീങ്ങുക. അമിതമായ ആഡംബരപ്രിയം കാരണം വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവുകയും ചെയ്യും. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. വാരമധ്യത്തോടുകൂടി രോഗങ്ങൾ കുറയുകയും ശരീരത്തിന് ഉന്മേഷം വർദ്ധിക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗങ്ങളോ പുതിയ ജോലിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചേക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ വാരം തൊഴിൽപരമായും കുടുംബപരമായും ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നേത്രരോഗങ്ങളോ മറ്റ് ശിരോരോഗങ്ങളോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യസഹായം തേടുന്നത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുവാൻ സഹായിക്കും. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും പരസ്പരം സഹായ സഹകരണങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യും. കലാപരമായ രചനകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. വളരെ അടുത്ത ബന്ധുക്കൾക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങളോ ആരോഗ്യപരമായ വെല്ലുവിളികളോ നേരിടേണ്ടി വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.